पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुगं गौडपदं महान्दं गोविन्दयोगीन्द्रमधास्य शिष्यं श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलगं च शिष्यं तं तोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। अर्जुन उवाच सन्न्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेययेतयोरेकं तन्मे ब्रूहि सुनिश्चितम्। श्रीभगवानुवाच सन्न्यासः कर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मसन्न्यासाद् कर्मयोगो विशिष्यते। ज्ञेयः स नित्यसन्न्यासी यो न द्वेष्टि न काङ्क्षति निर्द्वन्द्वो हि महाबाहो सुखं बन्धात् प्रमुच्यते। साङ्ख्ययोगौ प्रदग्भालाः प्रवदन्ति न पण्डिताः एकमप्यास्थितः सम्यक् उभयोर्विन्दते फलम्। यत्साङ्ख्यै प्राप्यते स्थानं तद्योगैरभिगम्यते। एकं समा विचिदात्मा जितेन्द्रियः सर्वभूतात्मभूतात्मा कुर्वन्नपि न लिप्यते। नैव किञ्चित् करोमीति युक्तो मन्येत तत्त्वविद्। पश्यन् शृण्वन् स्पृशन् जिघ्रन् अश्नन् गच्छन् स्वपन् श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिषन् निमिषन्नपि इन्द्रियाणीन्द्रियार्थेषु वर्तन्त इति धारयन् ब्रह्मण्याधाय कर्माणि सङ्गं त्यक्त्वा करोति यः शान्तिमाप्नोति नैष्ठिकीम्। अयुक्तः कामकारेण हरेसक्तो निबध्यते। सर्वकर्माणि मनसा सन्न्यस्यास्ते सुखं वशी। नवद्वारे पुरे देहि नैव कुर्वन्न कारयन्। न कर्तृत्वं न कर्माणि लोकस्य सृजति प्रभुः। न कर्मफलसंयोगम् स्वभावस्तु प्रवर्तते। ज्ञादत्ते कस्यचित् पापम् न चैव सुकृतं विभुः। अज्ञानेनावृतं ज्ञानं
തേന മുഹ്യന്തി ജന്തവഃ ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാ തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ ഇഹൈവ തൈർജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധഃ ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സ യുക്തഃ സ സുഖീ നരഃ യോऽന്തഃ സുഖോऽന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോऽധിഗച്ഛതി ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യസ്സദാ മുക്ത ഏവ സഃ ഉദാത്തമായ ലക്ഷ്യവും നമുക്ക് ആവിഷ്കരിക്കാം, നേടാം. പിന്നെ കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഇതങ്ങനെയല്ല. എപ്പോഴും ഈ ലക്ഷ്യം മുന്നോട്ട് തന്നെ ഇരിക്കും. നമ്മൾ അതിൽ പ്രാപിക്കുവാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, ആ ശ്രമം തന്നെയാണ് അതിന്റെ പൂർണ്ണത. രാമപുരത്തുകാരുടെ വരിയില്ലേ, മാറത്തു വിയർപ്പുനാറും സതീർത്ഥനെ എന്നൊക്കെ. ആ പോകുന്നതായിട്ടുള്ള കൃഷ്ണനെ കാണാൻ പോകുന്നതാണ്. അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിനെ പിടിച്ച് നിർബന്ധിപ്പിച്ചിട്ട് ഐക്യാണ് ചെയ്യുന്നത്. ഭാര്യയ്ക്കാണ് ദുഃഖം, കുട്ടികൾക്കാണ് ദുഃഖം. നീ ഇവിടുന്ന് പോകുന്നതായിട്ടുള്ള അദ്ദേഹം അതോ ഒന്നും കൊടുക്കാനില്ല, പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങിയതായിട്ടുള്ള സാധനങ്ങൾ അതിനെ ഇടിച്ച് അവിലാക്കിയത്. ഒരു നല്ല വൃത്തിയുള്ള തുണിയുണ്ടോ? ഇല്ലതാനും. ദാരിദ്ര്യത്തിന്റെ പാരമ്യം. ആ കീറത്തുണിയിൽ അതും വെട്ടിയിട്ടാണ് അണിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആ ഓലക്കൊടി കൂടി ഇങ്ങനെ പോകുന്ന ഈ വെയിലത്ത്, അതും ഉത്തരേന്ത്യയിലെ വെയിലത്ത്. അവിടെ എപ്പോഴേക്കും മാറത്തു വിയർപ്പ് നാറും സതീർത്ഥനെ എന്നാണ് പറയുന്നത്. ശരിക്കും ദുന്യാഭാഷ.
വിയർപ്പ്. അതായത് ഈ അവിലൊക്കെ അങ്ങോട്ട് നനഞ്ഞ് ഒരു സാഴ്ചയായിരിക്കുന്നു അപ്പോഴേക്കും ഈ വിയർപ്പുകൊണ്ട്. പക്ഷേ കൃഷ്ണൻ അത് വലിയ ഇഷ്ടമായിരുന്നു. ഇനി മാത്രമല്ല, താൻ എന്താണോ കൊണ്ടുപോയിട്ടുള്ളത് ആ കൊണ്ടുപോയ ദ്രവ്യം സമർപ്പിക്കുവാൻ മറക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിവേദ്യം സമർപ്പിക്കുവാൻ മറക്കുക? കൊണ്ടുപോയ നിവേദ്യം ആർക്കാണോ നിവേദിക്കേണ്ടത് ആ ശക്തി അദ്ദേഹത്തിൽ നിന്നും നിവേദ്യം പിടിച്ചെടുക്കുക. ഇവിടെ വലിയ വലിയ വൈദിക ക്രിയകളിലൊക്കെ പരിശുദ്ധിയൊക്കെ ചെയ്ത് ജലമൊക്കെ പോഷണം ചെയ്യുന്നു നിവേദ്യങ്ങള്. ഇതോ വിയർപ്പ്. അങ്ങനെ എന്നിട്ടും ഇദ്ദേഹം പോയ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. കാരണം പോയ കാര്യം മറന്നു. എന്ത് ഉദ്ദേശത്തിനാണോ പോയത്? കാരണം സദാ മോക്ഷപരായണ, വാസുദേവപരായണ, വാസുദേവ ചിന്ത കാരണം തനിക്കൊന്നുമില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാതിരിക്കുന്നത് തന്നെ ഭഗവാൻ നാം ഏറ്റവും അത്ഭുത പരന്ത്രനാക്കുന്നു. കാരണം അദ്ദേഹം എല്ലാം തന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ഐശ്വര്യാദികൾ കണ്ടു, അതിൽ അദ്ദേഹം മതിമറങ്ങുക. വീണ്ടും വസുദേവ പരായണ. അതായത് പരമമായ ദരിദ്രത്തിനും അല്ല. എങ്ങനെയുണ്ട് ഇപ്പോ എന്ന് ചോദിക്കൂ. ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥിയാണ്, ശരിയായിട്ടുള്ള ഗീതാ വിദ്യാർത്ഥി. നമ്മളൊക്കെ സാധാരണ അങ്ങനെ പറയാ, അങ്ങനെ പോകുന്നു, നടക്കുന്നു, ഗെറ്റിംഗ് ഓൺ, പുള്ളിങ് ഓൺ, ചൽത്താ ഹെ. പല ഭാഷകളിലും ഇങ്ങനെ തന്നെയാ പറയാം. അല്ല, അങ്ങൊരു ടെസ്റ്റിനൊക്കെ പോകുന്നു എന്ന് കേട്ടല്ലോ. അപ്പൊ എന്താ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്? ടെസ്റ്റൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഈശ്വര അനുഗ്രഹം കൊണ്ട് സ്കാനിങ് റിപ്പോർട്ടൊക്കെ വന്നു. എനിക്ക് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത, ഈശ്വര അനുഗ്രഹം കൊണ്ട് എനിക്ക് ക്യാൻസറാണ് അത്ര. ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് ക്യാൻസറിനെയും സ്വാഗതം ചെയ്യുന്ന. അല്ല, അപ്പൊ എങ്ങനെയുണ്ട്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 4 ദിവസമായിട്ട് ഭക്ഷണമേ കഴിച്ചിട്ടില്ല. ആവലാതി ഇല്ല എന്നർത്ഥം. സകല ആവലാദികളിലും ഈശ്വരന്റെ ഒരു പരിവേഷം ചാർത്തുന്നു. കാരണം തന്റെ സമാധാനത്തെ ഭംഗം ചെയ്യാൻ ഒന്നിനും സാധ്യമല്ല. തനിക്ക് ഒന്നും ഇല്ലാത്തതാണ് തന്റെ ഏറ്റവും വലിയ ധനം. അതാണ്. അതുകൊണ്ടല്ലേ ബ്രാഹ്മണാസന്തു നിർഭയ എന്ന് പറഞ്ഞത് മുമ്പ്. യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണൻ ആരാണ്? അദ്ദേഹം സമൂഹത്തിനെ ആജ്ഞാപിച്ചിരുന്നു. കാരണം സമൂഹത്തിന്റെ ക്ഷേമമാണ് അദ്ദേഹത്തിന്റെ ചിന്ത, എല്ലാവരുടെയും ക്ഷേമം. സ്വാഭാവികമായിട്ടും സമൂഹം അവരെ നമസ്കരിച്ചിരുന്നു. അവർക്ക് തൻ്റെതായിട്ടൊന്നുമില്ല. കാരണം എല്ലാ സമൂഹത്തിന്റെയും അവരുടെ കാൽക്കീഴിലാണ്. അവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കും. തന്റെ കുട്ടികളെ കുറിച്ചോ തന്റെ കുടുംബസ്ഥിതിയെ കുറിച്ചോ ഒന്നും തന്നെ മോക്ഷപരായണ, പൂർണ്ണമായിട്ടും ഭഗവത് പ്രാപ്തി നേടിയതായിട്ടുള്ള അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഒന്നും വ്യാകുലപ്പെടുത്തുന്നില്ല. വരുന്നതായ സമസ്ത ദുരന്ത അനുഭവങ്ങളിലും ഭഗവത് ദർശനം കാണുന്നു. കാരണം അത് താൽക്കാലികമാണ്, ഒരിക്കലും സ്ഥിരമല്ല. വീണ്ടും ശബരി നോക്കൂ, കൊടുക്കുന്നതായിട്ടുള്ള ഫലം അവർ കടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പ്രേമത്തിന്റെ പാരമ്യം ഇതാണ്. പരമമായിട്ടുള്ള ജ്ഞാനവും ഭക്തിയും തമ്മിൽ സമന്വയിക്കുന്ന ഒരു സ്ഥലം. വിഗതേച്ഛാഭയക്രോധ. രാമന് ഇഷ്ടാവോ ഇത് എന്നവർ ചിന്തിക്കുന്നില്ല. കാരണം രാമനും താനും ഒന്നാണ്. തന്റെ വായും രാമന്റെ വായും ഒന്നാണ്, ഏകമായി. എവിടെ? സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് വിചാരിക്കും? കാരണം അദ്ദേഹം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലല്ലേ വിചാരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവൊക്കെ തമ്മിൽ പിണങ്ങുന്ന സമയത്ത്, പഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചോദിക്കാറില്ലേ, അപ്പൊ നിങ്ങൾ എന്നെ ഒരു അന്യനായിട്ടാ വിചാരിച്ചിരിക്കണേ? പറയാറില്ലേ? അപ്പൊ അന്യം എന്ന് വെച്ചാൽ അർത്ഥം വ്യത്യാസം. ഈ വ്യത്യാസം ഇല്ലാതാവും, ഏകാകാരമാകുന്നു. ഏകാകാരമാകുമ്പോഴാണ് ഇച്ഛയും ഭയവും ക്രോധവും എല്ലാം അസ്തമിക്കുന്നത്. മുനിർ മോക്ഷപരായണ, അങ്ങനെയുള്ള ആള്. അതായത് ഈ ശ്രമം ചെയ്യുമ്പോൾ തന്നെ സദാ മുക്തയവസ, അങ്ങനെയുള്ള ആൾ ഇപ്പോൾ തന്നെ വിമോചിതനാവുന്നു. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും വേറൊരു ജന്മത്തിൽ വരുമോ
ഒരിക്കലുമില്ല. കാരണം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവത് പ്രാപ്തി നേടിയതായിട്ടുള്ള അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. നിത്യവും സ്ഥായിയായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹം നേടിയിരിക്കുന്നു. 5-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. ഭോക്താരം യജ്ഞതപസാം ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഭോക്താരം യജ്ഞതപസാം ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി ജ്ഞാത്വാ മാം ശാന്തിം. ഓം തത്സദ്. ഓം തത്സദ്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. അവസാനത്തെ ശ്ലോകത്തിൽ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹീശ്വരം. ഭോക്താരം എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതായിട്ടുള്ള ആൾ. ഭോക്താരം സമസ്തവും ആരാണോ സ്വീകരിക്കുന്നത്, നാം എവിടെ എന്ത് സമർപ്പിച്ചാലും ശരി, അത് ചർച്ചിലാവാം, മോസ്കിലാവാം, ക്ഷേത്രങ്ങളിലാവാം, ബുദ്ധവിഹാരങ്ങളിലാവാം, ഏത് തരത്തിലുള്ളതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നാം എന്താണോ ഭഗവാന് സമർപ്പിക്കുന്നത്, അതിനൊക്കെ ഒരേ ഒരു സ്വീകരിക്കുന്ന ആളേ ഉള്ളൂ. അതാണ് ജഗദീശ്വരൻ. നിങ്ങൾ അദ്ദേഹത്തെ ഏത് പേരിൽ വിളിച്ചാലും വിരോധമില്ല. യജ്ഞ തപസാം, നമ്മളുടെ യജ്ഞങ്ങൾ, തപസ് നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ഭൗതികങ്ങളായ സമർപ്പണങ്ങൾ, ആധ്യാത്മികങ്ങളായിട്ടുള്ള വ്രതാനുഷ്ഠാനാദികൾ സമസ്തവും സർവ ലോക മഹേശ്വരം. ശ്രീകൃഷ്ണൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. സമസ്ത ലോകങ്ങളുടെയും ഈശ്വരൻ എന്നർത്ഥം. അതായത് തൻ്റെ ആജ്ഞയെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നർത്ഥം. എല്ലാ ശരീരങ്ങളുടെയും പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ്. ഏത് രൂപത്തിൽ നാം അദ്ദേഹത്തെ ആവഹിച്ചാലും വിരോധമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് അദ്ദേഹത്തിന് അനവധി വൈവിധ്യങ്ങളായ രൂപങ്ങൾ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്യതേ. ഭക്തന്മാരുടെ വൈവിധ്യമാർന്നതായ രുചിക്കനുസരിച്ച് പരമാത്മസ്വരൂപത്തിന് അനവധി രൂപങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ആ രൂപങ്ങളാണ് വ്യത്യസ്ത മതങ്ങൾ. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിച്ചത്. ഇന്നും ഇത്രത്തോളം എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ഒരു ദാർശനികമായ സഹനശക്തി ഭൂമണ്ഡലത്തിൽ ഏത് പാരമ്പര്യത്തിനുണ്ട്? എല്ലാവരും സമ്മതിക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യമാണിത്. ചരിത്ര സത്യവുമാണ്. ചരിത്ര നീതിയിലൂടെ നാം നോക്കിക്കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കും. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർഷധർമ്മം വ്യക്തിയിൽ അധിഷ്ഠിതമല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല. ആർഷധർമ്മം തത്വത്തിൽ അധിഷ്ഠിതമാണ്. വ്യക്തി ശ്രേഷ്ഠമാകുന്നത് സ്വയം തത്വത്തിൽ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. അപ്പോൾ ഏത് വിധത്തിലുള്ള ആരാധന നിങ്ങൾ സ്വീകരിച്ചാലും ശരി,
വിരോധമില്ല. പക്ഷേ ഓർമ്മിക്കണം, ജഗദീശ്വരൻ ഒന്നാണ്. സർവ ലോക മഹേശ്വരം, സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ആധാരമായിട്ടുള്ള അദ്ദേഹം. മാത്രമല്ല സുഹൃദം സർവഭൂതാനാം, സമസ്ത ജീവജാലങ്ങളുടെയും സുഹൃത്താണ് അദ്ദേഹം. ആരാ? സർവലോകമഹേശ്വരനായ അദ്ദേഹം നമ്മളുടെ സുഹൃത്താണെന്ന് പറയുന്നു. എന്തൊരു അവതരണ ശൈലി! ഭാഷയെയും വിശ്വാസത്തെയും ആചാരത്തെയും സംസ്കാരത്തെയും ഭൂപ്രദേശ സീമയെയും എല്ലാം അതിലംഘിക്കുന്നു യഥാർത്ഥത്തിലുള്ള തത്വശാസ്ത്രം. ഇതാ പ്രമാണം. നാം അറേബ്യൻ, ബേ ഓഫ് ബംഗാൾ, പസഫിക്, മെഡിറ്ററേനിയൻ, ഇങ്ങനെ എന്തു പല ഭാഷകളിൽ പറയാറുണ്ട് സമുദ്രത്തിൽ. പക്ഷെ സമുദ്രം ഏകമാണ്. നമുക്കൊരു വ്യോമ അതിർത്തിയുണ്ട്, നമുക്കൊരു ജല അതിർത്തിയുണ്ട്, എല്ലാ രാഷ്ട്രങ്ങൾക്കുമുണ്ട്. പല സഞ്ചരിക്കുന്നതായിട്ടുള്ള മേഘങ്ങൾ ഒരു രാഷ്ട്രത്തിൽ നിന്റെ ഉപരിയിൽ നിന്ന് വേറൊരു രാഷ്ട്രത്തിലോട്ട് പോകുമ്പോൾ പറയോ, ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സൂര്യൻ അങ്ങനെ പറയാൻ സാധിക്കുമോ? ഇവിടെ നിന്നും പറക്കുന്നതായിട്ടുള്ള പക്ഷികൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ ഇത് മാക് മോഹൻ ലൈനാണ്, നമ്മൾ അങ്ങോട്ട് കിടക്കരുത് എന്ന്? ഒരുപക്ഷെ നമ്മളെ അറസ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് കിടക്കാൻ പറ്റുകയില്ല. പക്ഷികൾക്കുണ്ടോ ആ ചിന്ത? ജല അതിർത്തി അതിക്രമിച്ചുകൊണ്ട് ജലജീവികൾ പോവാറില്ലേ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സമുദ്രമാണ്, ഇത് മുഴുവനും നമ്മളുടേതാണ്. സർവ ലോകഭാവന. വ്യോമ ജല കര അതിർത്തികൾ മറ്റുള്ള ജീവജാലങ്ങളെ ബാധിക്കാറില്ല. നാം അത് ചെയ്യേണ്ടിയിരിക്കുന്നു, നിവൃത്തിയില്ലാത്തത് കാരണം. പക്ഷെ നാം അത് ചെയ്തിരുന്നാലും നമ്മൾക്ക് അതിനെ അതിക്രമിക്കേണ്ട ഒരു ഭാവം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ എന്തിനാ UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ? എന്തിനാണ് യുനെസ്കോ? എന്തിനാണ് WHO? ദേശീയപരമായിട്ടുള്ള പൈതൃകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിന് ബഹുമാനിച്ചുകൊണ്ട് തന്നെ സർവദേശങ്ങളെയും സമാശ്ലേഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടത് ദേശീയതയ്ക്കോ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സംസ്കാരത്തിനോ എതിരാകുന്നില്ല. ഈ ഒരു പോയിന്റ് പ്രത്യേകം ധരിക്കണം. അതായത് സാർവലൗകികമായിട്ടുള്ള വീക്ഷണം ദേശീയപരമായിട്ടുള്ള വ്യക്തിത്വത്തെ നിലനിർത്തുന്നതിൽ ഒരിക്കലും ഹാനികരമാവുന്നില്ല. സർവലോക മഹേശ്വരം സർവഭൂതാനാം സുഹൃത്ത്. ഇത്രയും വലിയ ഒരു ശക്തനെ നമുക്ക് സുഹൃത്തായിട്ട് കെട്ടാൻ വേറെ എവിടെയെങ്കിലും സാധിക്കുമോ? നമ്മളിവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ അദ്ദേഹം എൻ്റെ ഫ്രണ്ടാ. ഒരു പോലീസ് സൂപ്രണ്ടിനെ അറിയുമോ, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാ. ജഡ്ജിനെ അറിയുമോ, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാ. എന്ത് സന്തോഷത്തിലാ പറയണ, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാ, അദ്ദേഹം എൻ്റെ ഫ്രണ്ട്. കുറച്ച് ജനസ്വാധീനം, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം, കുറച്ചൊരു പ്രശസ്തി, ഒരു സാമൂഹ്യമായിട്ടുള്ള അംഗീകാരം, നമ്മൾ തമ്മിൽ അടുപ്പാണെന്ന് നമുക്ക് വലിയ സന്തോഷം, ഒരു ഹര നമുക്ക് തോന്നുന്നു. ഇവിടെ ഭഗവാൻ സർവലോക മഹേശ്വരം, പ്രപഞ്ചത്തിന്റെ മുഴുവനും സൂര്യചന്ദ്രാദികളെ മുഴുവനും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ ശക്തി നമ്മളോട് പറയാണ്, അല്ല എനിക്കൊരു എഴുതോ, ഇതാ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് വിളിക്കോ, ഒരു ഇമെയിൽ എപ്പോഴെങ്കിലും അയക്കോ, ഇതാ എൻ്റെ പിൻകോഡ്, ഇതാ എൻ്റെ അഡ്രസ് www. അദ്ദേഹം നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. ആരാ? സർവലോക മഹേശ്വരം. അതാരുടെ? സർവഭൂതാനാം, ഒരു ഉറുമ്പിന്റെ പോലും
സമസ്ത ജീവജാലങ്ങളുടെയും സുഹൃത്താണ് അദ്ദേഹം. നമുക്ക് ആ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ അറിയുമെങ്കിൽ ഇതിലും ഉപരി നമുക്ക് വേറൊന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതം സാഫല്യത്തിൽ എത്തിക്കഴിഞ്ഞു. അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമുള്ളൂ ജീവിതത്തിൽ, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം, ഇല്ലേ? അങ്ങനെല്ലാം എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ 1000 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. സമസ്ത ജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്ന ഭഗവാൻ. ഈ സൗഹൃദം സ്ഥാപിക്കുവാൻ ശ്രമിക്കുക. കാരണം സുഹൃത്ത് എന്ന് വെച്ചാൽ, ഇനിയും അത് അടുത്ത അധ്യായത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ്, എങ്കിലും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്ത് നമ്മെ ശാസിക്കുന്ന ആളായിരിക്കും. കാരണം നമ്മളുടെ ക്ഷേമമാണ് സുഹൃത്തിൻ്റെ ഉദ്ദേശം. നിങ്ങളിൽ നിന്നും ഒന്നും എനിക്ക് വേണ്ട, പക്ഷേ നിങ്ങളുടെ ക്ഷേമം എനിക്ക് ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും സുഹൃത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല പറയുക, അതിന് വേറെ വാക്കുകളുണ്ട് സംസ്കൃതത്തിൽ. നമ്മളെപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആള്, നമ്മളിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നേടുന്നതായിട്ടുള്ള ആള്, അതൊക്കെ സംസ്കൃതത്തിൽ ഏറ്റവും പല അനവധി പദങ്ങളുണ്ട്. മിത്രവും സുഹൃത്തും രണ്ടും രണ്ടാണ്. സുഹൃത്ത് സുഷ്ടുഹൃത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു അദ്ദേഹം. സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ട, സർവഹൃദയങ്ങളിലും ഞാൻ എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നയിക്കുകയും എല്ലാ കാലങ്ങളിലും സ്ഥിതി ചെയ്യുകയും ജനനമരണങ്ങൾക്ക് അതീതമാവുമായിട്ടുള്ള ആ ശക്തി നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ എന്ന്. നിങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തുമോ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. സുഹൃതം സർവലോകമഹേശ്വരം ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വ. അങ്ങനെയുള്ള അദ്ദേഹത്തെ അറിഞ്ഞാൽ, ആരാണ് അദ്ദേഹം? മാം, ഞാൻ, ശ്രീകൃഷ്ണ പരമാത്മാവ്, ഈ ജഗത്തിന്റെ മുഴുവനും ആധാരമായിട്ടുള്ള ദേവകീ നന്ദനായിട്ടുള്ള കൃഷ്ണൻ. ഭഗവത്ഗീത ആ ഒരു സൈന്യാധിപൻ ഉപദേശിക്കുന്നതായിട്ടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിവരിക്കുന്നു. നോക്കൂ, സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം മാം, എന്നെ അറിഞ്ഞ് ജ്ഞാത്വ ശാന്തി മൃച്ഛതി. അങ്ങനെയുള്ള ആള് ശാന്തിയെ പ്രാപിക്കുന്നു. അതായത് ബാക്കിയുള്ളതെല്ലാം നമ്മെ വിടും, അല്ലെങ്കിൽ നാം അവയെ വിട്ടുപോകണം. നാം ആർജിച്ചത് ഇതുവരെ നിലനിർത്തിയതായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ സമസ്തവും നാം ഉപേക്ഷിക്കും. നാം ഉപേക്ഷിക്കാത്ത ഒരേ ഒരു സുഹൃത്ത് അദ്ദേഹം മാത്രമാണ്. നമുക്ക് വേണ്ടെങ്കിൽ പോലും അദ്ദേഹം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഓർമ്മിക്കണം, കാരണം കാര്യത്തെ ഉപേക്ഷിക്കുകയില്ല. കാസ് എപ്പോഴും ഇഫക്റ്റിന്റെ കൂടെ തന്നെയായിരിക്കും. ജഗത് കാരണമായിട്ടുള്ള അദ്ദേഹം നമ്മളെപ്പോഴും ശാന്തസ്വരൂപമായി നിലനിൽക്കുന്നു. അപ്പോൾ സകല ആരാധനകളുടെയും, അത് ക്ഷേത്രങ്ങളിലൂടെയാവാം, പള്ളികളിലൂടെയാവാം, മറ്റുള്ള ആരാധനാ രീതികളിലൂടെയാവാം. യജ്ഞതപസാം എന്ന് വെച്ചാൽ ലോകത്തിൽ ഏതേത് മതങ്ങൾ, ഏതേത് സമ്പ്രദായത്തിൽ, ഏതേത് ഭാഷകളിൽ, ഏതേത് വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർ ആരാധിക്കുന്നുവോ ആ ആരാധന മുഴുവനും എന്നിൽ വന്നു ചേരുന്നു. കാരണം ഞാൻ സമസ്ത ആരാധനകളുടെയും അധ്യക്ഷനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നിയന്താവാണ്. സമസ്ത ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് സമ്പർക്കം പുലർത്താൻ വേറൊരു മധ്യസ്ഥൻ വേണ്ട എന്നർത്ഥം. നേരെ അദ്ദേഹത്തെ നമുക്ക് സമ്പർക്കം പുലർത്താം. കാരണം അന്തർമുഖമാവുകയേ വേണ്ടു. ഇങ്ങനെയാണ് ആ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അടുത്ത അധ്യായത്തിന്റെ വിഷയം. അങ്ങനെ ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി, ഇങ്ങനെ എന്നെ അറിഞ്ഞുകൊണ്ട് പരമമായിട്ടുള്ള ശാന്തിയെ അദ്ദേഹം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് 5-ാം അധ്യായം
കർമ്മസന്യാസയോഗം. ഓം തത് സത് എന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവത്ഗീത? ഉപനിഷത്തുകൾ തന്നെയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീത ഉപനിഷത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഉപനിഷത്തിന്റെ സാരമായിട്ടുള്ള ഭഗവത്ഗീതയിൽ ബ്രഹ്മവിദ്യ പരമമായിട്ടുള്ള ലക്ഷ്യവും യോഗശാസ്ത്രേ ആ ലക്ഷ്യത്തെ പ്രായോഗികമാക്കാനുള്ള രീതിയും, ഇതാണ് ഗീതയുടെ മഹത്വം. അതായത് സിദ്ധാന്തവും പ്രായോഗികതയും. ബ്രഹ്മവിദ്യ സിദ്ധാന്തം, തിയറി. യോഗശാസ്ത്രം അപ്ലൈഡ് തിയറി. എങ്ങനെയാണ് അത് പ്രായോഗികമാക്കേണ്ടത് ജീവിതത്തിൽ കൊണ്ട്? ഇത് രണ്ടും ചേർന്നതാണ് ഭഗവത്ഗീത. യോഗശാസ്ത്രേ ശ്രീകൃഷ്ണനും അർജുനും കൂടിയുള്ള സംവാദത്തിൽ കർമ്മയോഗം എന്ന് പറയുന്നതായിട്ടുള്ള, കർമ്മസന്യാസയോഗം എന്ന് പറയുന്നതായിട്ടുള്ള അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതായത് കർമ്മത്തെ അല്ല ഉപേക്ഷിക്കേണ്ടത്, കർത്തൃത്വത്തെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നാണ് ഈ അധ്യായത്തിന്റെ സാരം. അങ്ങനെ ഒരധ്യായം കഴിഞ്ഞു. ഇന്ന് 10 ദിവസം ആവുകയും ചെയ്തു. ഇനി നമ്മളുടെ കയ്യിലുള്ളത് 11 ദിവസം. ഈ 11 ദിവസത്തിൽ ഇതാ നാം അടുത്ത അധ്യായത്തിലോട്ട് പ്രവേശിക്കുന്നു. ധ്യാനയോഗം, ആത്മസംയമയോഗം.